ബൈബിളിൽ ഈ ഒരു സംഭവം വായിച്ചിട്ടുണ്ടോ? ഒരു അമ്മച്ചി ഇങ്ങനെ ഒരു കുഞ്ഞിന് വേണ്ടി ഒരു ചേച്ചി ഇങ്ങനെ ഒരു കുഞ്ഞിന് വേണ്ടി കുറേ നാൾ പ്രാർത്ഥിച്ചു. കുറേ നാൾ കണ്ണുനീര് അനുഭവിച്ചു. കുറേ കാലം ഈ കുഞ്ഞുണ്ടാകാത്തതിൻ്റെ പേരിൽ പ്രിയപ്പെട്ടവരൊക്കെ ഒത്തിരി കളിയാക്കി. ആകെ മൊത്തം സങ്കടത്തിൽ കരഞ്ഞു നിലവിളിച്ച ഈ അമ്മച്ചിക്ക് ദൈവം ഒരു വലിയ വീണ്ടും ഈ ചേച്ചിക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തു. അങ്ങനെ ഈ ചേച്ചി ആരായി മാറി? ഒരു അമ്മച്ചിയായിട്ട് മാറി. അമ്മച്ചി നന്ദി പറയുന്നുണ്ട് ഇങ്ങനെ ഈ കുഞ്ഞിനെ ഓർത്ത്. ഈ കുഞ്ഞിനെ ഞാൻ ദൈവത്തോട് ചോദിച്ച് മേടിച്ചാന്ന് പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ ഈ വ്യക്തി ആരാന്ന് പിടികിട്ടുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിലാണ് നമ്മളിങ്ങനെ വായിക്കുക. ഈ കുഞ്ഞിനെ ഞാൻ ദൈവത്തോട് ചോദിച്ച് മേടിച്ചെടുത്തതാണ്. സാമുവേലിനെ കുറിച്ചാണ്. അമ്മച്ചി ഹന്നായാണ്. ഹന്നായുടെ കീർത്തനമൊക്കെ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയായിരുന്നു. ഒരുപാട് വിഷമിച്ച ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ ഇതാ ദൈവം ഒരു സമയത്ത് കർത്താവിൻ്റെ കൃത്യമായ ഒരു സമയത്ത് ഒരു സമ്മാനം കൊടുത്തു. ആ സമ്മാനത്തെ ഇങ്ങനെ വിളിച്ചു, ഇത് ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ച് മേടിച്ചതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ വചനം കേൾക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കാമോ? അങ്ങനെ ഈശോയോട് ചോദിച്ച് മേടിച്ച ഒത്തിരി സമ്മാനങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ചിലപ്പോൾ നമ്മുടെ ജീവിത പങ്കാളിയായിരിക്കാം, മക്കളായിരിക്കാം, മാതാപിതാക്കളെ ചോദിച്ച് മേടിച്ചതല്ല, യു ഹാഡ് നോ ചോയ്സ്. നമ്മുടെ ജോലിയായിരിക്കാം, നമ്മൾ സ്വപ്നം കണ്ട പല കാര്യങ്ങളും ആയിരിക്കാം. ഈശോയുടെ ഇത് കഠിനമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു, ഇത് ചോദിച്ച് മേടിച്ചു. ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നിട്ട് ഈശോയ്ക്ക് ഒന്ന് നന്ദി പറയാമോ? കർത്താവേ, ഇത് ഞാൻ അങ്ങയോട് ചോദിച്ച് മേടിച്ചാണ്. ചിലപ്പോൾ ഒത്തിരി കാലം മുമ്പ് സംഭവിച്ചായിരിക്കും കേട്ടോ. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നന്ദി പറയാൻ മറന്നുപോയിട്ടുണ്ടാകും. ഇനി നന്ദി പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ തന്നെ ഈശോയോട് അങ്ങനെ ചോദിച്ച് മേടിച്ച് എല്ലാത്തിനെയും ഓർത്ത് ഇപ്പോൾ ഒന്ന് നന്ദി പറയുക. ഇനി എന്നാ ചെയ്യണം? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ഈശോ തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഏതാ? നമ്മുടെ ലൈഫ് തന്നെയാണ്. ചില സമയത്ത് ഇങ്ങനെ ഇതിനൊരു വാല്യൂ ഇല്ലല്ലോ, ഇതെങ്ങോട്ടേ പോകുന്നത്, ഒരു രസമില്ലല്ലോ ജീവിതം, ഇതെന്നാ ജീവിതത്തിൻ്റെ അർത്ഥം എന്നൊക്കെ പിടികിട്ടാതെ ചിലപ്പോൾ നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കും. നാട്ടുകാരും വില തരികയില്ല, കൂട്ടുകാരും വില തരത്തില്ല, നമ്മളും കൂടെ നമുക്ക് വില തരാതെ ഇങ്ങനെ ചിലപ്പം ഇങ്ങനെ ഒരു നിരാശയിലൊക്കെ പോകുന്നുണ്ടാവും. ആ സമയത്തും ഈ കാര്യം ഓർത്തേക്കണം, ഇത് എനിക്ക് എൻ്റെ ഈശോ തന്ന ജീവിതമാണ്. ആരോ നമുക്ക് വേണ്ടി ചോദിച്ചു, ചിലപ്പോൾ അപ്പച്ചനോ അമ്മച്ചോ ഒക്കെ ചോദിച്ചൊരു ജീവിതമായിരിക്കും, വേറെ ആരെങ്കിലുമൊക്കെ സ്വപ്നം കാണുന്ന ഒരു ജീവിതമായിരിക്കും നമുക്കിപ്പോൾ ഒരു സമ്മാനമായിട്ടൊക്കെ കിട്ടിയേക്കുന്നത്. ഇതെനിക്ക് എൻ്റെ ഈശോ തന്നൊരു ജീവിതമാണ്. അങ്ങനെയെങ്കിൽ ഈ ജീവിതം ഉപയോഗിച്ച് നമ്മൾ എന്നാ ചെയ്യണം? ഈശോയോട് നമ്മൾ ചോദിച്ചു മേടിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് നമ്മൾ എന്നാ ചെയ്യണം? 1 സാമുവേൽ 1-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 27-28 വാക്യങ്ങൾ വായിക്കണം. ഈ സാമുവേലിനെ അമ്മച്ചി ഇങ്ങനെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ദൈവം തന്നതാണ്, അതുകൊണ്ട് ഇവനെ ഞാൻ ദൈവത്തിന് ടോട്ടലി സമർപ്പിച്ചു കൊടുക്കുകയാണ്. ഈ കൊച്ചിനെ ഞാൻ കർത്താവിന് കൊടുക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ നോക്കുക, നമ്മുടെ ലൈഫ്, ഈശോ തന്ന ഈ ജീവിതം നമ്മൾ എന്നാ ചെയ്യണം? അത് കർത്താവിന് കൊടുക്കണം. ഈശോയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഒരു കുഞ്ഞു കാര്യമാവട്ടെ, നിങ്ങൾ ചെയ്യുന്ന വലിയ കാര്യങ്ങളാവട്ടെ, എല്ലാം ഈശോയ്ക്ക് വേണ്ടി ചെയ്യണം. ഈ ലൈഫ് ചില സമയത്ത് മീനിങ്ലെസ് ആയിട്ട്, അർത്ഥമില്ലാതെ, ചിലപ്പോൾ ഇത് മതി എന്നൊക്കെ തോന്നിപ്പോകുന്ന സമയങ്ങൾ വരാം. ഞാൻ എന്നാത്തിന് ഇങ്ങനെ ജീവിക്കുന്നതെന്നൊക്കെ തോന്നിപ്പോകുന്ന സമയങ്ങൾ വരാം. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടോ എന്ന് തോന്നിപ്പോകുന്ന സമയം വരാം. ദർ ഇസ് എ മീനിങ്, ഒരു അർത്ഥമുണ്ട്. ഏറ്റവും വലിയ അർത്ഥം എന്താണ്? ഇത് ഈശോയ്ക്ക് കൊടുക്കാനുള്ള ഒരു ജീവിതമാണ്. നിന്റെ സമയം, നിന്റെ കഴിവ്, ഈശോ തന്നതെല്ലാം, അത് മുമ്പേ ചോദിച്ച് മേടിച്ച കാര്യങ്ങളില്ലേ, അതൊക്കെ എന്നാ ചെയ്യണം? ഈ ജോലിയും ഈ ആരോഗ്യവും ഈ ഒരു വലിയൊരു പ്രതിസന്ധി എന്നൊക്കെ കയറി വന്നിട്ട് ഈശോ ഓപ്പൺ ചെയ്ത് തന്ന വഴികളും, ഇതെല്ലാ അനുഗ്രഹങ്ങളും ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം വലിയൊരു ആനന്ദം നിറയും. 1 സാമുവേൽ 2-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ വാക്യങ്ങൾ ഇങ്ങനെയാണ്. കർത്താവിൽ ആനന്ദിക്കുന്ന ഹന്നായുടെ കീർത്തനമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങൾ, ഇന്ന് രാത്രിയിൽ കടന്നുറങ്ങുന്നതിന് മുമ്പ് 1 സാമുവേൽ 2-ാമത്തെ അധ്യായം ഒന്ന് വായിക്കണം. ഹന്നയുടെ കീർത്തനമാണ്. നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതവും ഇതുമായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉണ്ട്. അതിൻ്റെ ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് അറിയായിരിക്കും. ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് നന്ദി പറയണം. എങ്ങനെ നന്ദി പറയണം? ഈ സങ്കീർത്തനം ഉപയോഗിച്ച്, ഈ ഹന്നയുടെ കീർത്തനം ഉപയോഗിച്ച് 1 സാമുവേൽ 2-ാമത്തെ അധ്യായം വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന് നന്ദി പറയുക. 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, നമ്മൾ ഇതുവരെ ചോദിച്ച് മേടിച്ച ഈശോ തന്ന അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത് നന്ദി പറയുക. 2-ാമത്തത്, ഈശോ തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് നമ്മുടെ ഈ ലൈഫ്. അതിനകത്ത് നിരാശയും സങ്കടവും വേദനയും കണ്ണുനീരും രോഗങ്ങളും പരാജയങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഹു ഗേവ് ദിസ്? ഇതാര് തന്നാണ്? ഈശോ തന്ന ജീവിതമായതുകൊണ്ട് ഈശോയ്ക്ക് നന്ദി പറയുക. 1 സാമുവേൽ 2-ാമത്തെ അധ്യായം ആ വചനം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതം കർത്താവ് തന്നതാണ്, അത് കർത്താവിന് വേണ്ടി ഉപയോഗിക്കുക. അത് നിങ്ങളിൽ ആനന്ദം നിറയ്ക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.